ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കാണിക്കുന്നതേ കാന്താരി മുളക് അച്ചാറിടുന്നതാണേ. കാന്താരി എന്ന് പറയുമ്പം എൻ്റെ വീട്ടിൽ തന്നെ പറിച്ച് വെള്ളക്കാന്താരി, പാൽക്കാന്താരി പറിച്ച് അച്ചാറിടുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ട് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. നല്ല എരിവുള്ള മുളകാണിത്. ഇത് കണ്ട കുറച്ചേ ഞാൻ പറിച്ചിട്ടുള്ളേ. നല്ല എരിവുള്ള മുളകാണ്. ഈ പച്ചമുളക്, ഈ കാന്താരി, വെള്ളക്കാന്താരി അച്ചാറിടാൻ വേണ്ടിയിട്ട്, വെള്ളക്കാന്താരി മാത്രമല്ല ഏത് പച്ചമുളകാരി ഇടാം കേട്ടോ. ഇടാൻ വേണ്ടി പുളിവെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായം, ഉപ്പ്, കരിവേപ്പില, ഇത്രയും മതി. ഇനി എണ്ണ വേണ്ട. ചട്ടി അടുപ്പ് വെച്ച് എത്തിച്ച് പുളിവെള്ളം ഒഴിക്കുകയാണ്. പുളിവെള്ളം വാളംപുളി പിഴിഞ്ഞൊഴിച്ച വെള്ളമാണ്, പിഴിഞ്ഞ വെള്ളമാണ്. നമുക്ക് എത്ര മുളകുണ്ടോ അതിനനുസരിച്ച് മുളക് പൊടി, മുളകിൻ്റെ അളവിനനുസരിച്ചുള്ള മുളക് പൊടി. ഇനിയിപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂണും മുളക് പൊടി എടുക്കുന്നുള്ളൂ. 1.5 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു നുള്ളു ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, പാകത്തിന് ഉപ്പ്. ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തിള വരുമ്പം ഈ മുളക് ഇട്ട് കൊടുക്കണം. ഈ മുളകിന് എണ്ണ വേണ്ട, വെളുത്തുള്ളി വേണ്ട, മറ്റുള്ള അച്ചാറിന് വേണ്ട, അതൊന്നും ഇതിന് വേണ്ട. അതായത് ഈ വെള്ളത്തിനകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വേകട്ടെ. കണ്ടോ, നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നല്ലൊരു മണം വരും. ഈ സമയത്ത് നല്ലവണ്ണം തിളച്ച് കുറേ പുളിയും വെള്ളമെല്ലാം പറ്റി ഈ മുളകിൻ്റെ മേളിലെല്ലാം തെളിയണം. കണ്ട മുളകെല്ലാം നല്ല പാകത്തിന് വെന്ത് അരപ്പെല്ലാം അതിൻ്റെ മേളിൽ പിടിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇപ്പോഴ് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കാന്താരി മാത്രമല്ല ഏതെങ്കിലും പച്ചമുളകായാലും ഇങ്ങനെ ചെയ്യാം. എൻ്റെ കരിവേപ്പില ഇട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല മണമാണ്. ഈ ഒരു അച്ചാർ ഇടുമ്പോൾ കൽച്ചട്ടിയാണ് നല്ലത്, എപ്പോഴും നല്ലത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എനിക്ക് ലൈക്ക് ഷെയറും തരണം. പിന്നെ ഒരു കാര്യം, ഈ അച്ചാർ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇതിങ്ങനെ മൂടി മാറ്റി വയ്ക്കും. 2 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം.